എന്താ ഇപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില നമ്മുടെ ബാൽക്കണിയിലും അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തഴച്ച് വളരാനായിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഇത് കുറേ കാലമായിട്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് വന്നു. എന്നാൽ പിന്നെ ഒരു വലിയ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളതാണ്. വലിയ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചെറുനാരങ്ങ, അത് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ജ്യൂസ് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ചെറുനാരങ്ങയുടെ തോട് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നാണ് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് വന്നു. പക്ഷേ തോടിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളവും കൂടെ ചേർത്ത് യൂസ് ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. പക്ഷേ ഞാനതിന് കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. ആദ്യം നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അര ഗ്ലാസോളം ആണ് ഇതുള്ളത്. ഇത് ചെറുനാരങ്ങയുടെ തോടും കുറച്ച് 1 സ്പൂൺ ചെറുനാരങ്ങ നീരെന്നൊക്കെ പറയാം, അത്രയും ചെറുനാരങ്ങ നീരും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഒരു 4 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 ദിവസം വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് സ്മൂത്ത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചില വീഡിയോസിൽ ഞാൻ അങ്ങനെയും കണ്ടു. അപ്പോൾ ഞാൻ വെച്ചാൽ ശരി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വളർന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. നന്നായിട്ട് വളരുന്നു മാത്രമല്ല അത് ഫാസ്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 തവണ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ അതിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ വളരെ കുറച്ച് ചെറുനാരങ്ങ നീരേ ഉള്ളൂ. ചെറുനാരങ്ങയുടെ തോടിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 1 ഗ്ലാസ് ഈ ഒരു മിക്സ് എടുക്കുന്നുണ്ട്. അതായത് ചെറിയൊരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് ഒരാഴ്ച കൂടെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, അത്രയും മതി. അപ്പോൾ അതിലോട്ട് കുറച്ച് തോടും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ ആദ്യം വിശ്വസിച്ചൊന്നുമില്ല, പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വളർന്നു വരിക എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ ശരിക്കും അതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അത് ഇത്ര ദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴേലും ഒരിക്കൽ ഒരു ലീഫ് ഇങ്ങനെ വരണു, അതിൽ നിന്നിങ്ങനെ ഇതൊക്കെ വരണു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഞാനത് ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഈ ഒരു 4 ഈ ഒരു തണ്ടും അതുപോലെ അതിൻ്റെ അപ്പുറമുള്ള ഒരു 4 തണ്ടും പിന്നെ അതിൽ നിന്ന് തന്നെ വീണ്ടും മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നൊരു 1-1.5 ആഴ്ചയുടെ ഉള്ളിലാണ് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധനം ഇട്ടതിന് ശേഷമാണ് എനിക്കിതൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വലിയ വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറുനാരങ്ങ ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയുടെ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ആ മണ്ണിൻ്റെ ഉള്ളിൽ ഓൾറെഡി പോട്ട് മിക്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വളവും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ഇതുകൂടെ ജസ്റ്റ് ഇട്ടിടാം. അപ്പോൾ ആ മണ്ണിന് കുറച്ചുകൂടി ആരോഗ്യം, അല്ലെങ്കിൽ മണ്ണിന് കുറച്ചുകൂടി അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. കറിവേപ്പില വളർന്നു വരാൻ ഇത് കിടിലനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി നനവുണ്ട് മണ്ണിൽ. പിന്നെ ഇപ്പോൾ ഇതും കൂടെ ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നനവ് വന്നിട്ടുണ്ടാവും. ഇനി ഇന്നോ അല്ലെങ്കിൽ നാളെ ഒന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം ബാംഗ്ലൂർ നല്ല തണുപ്പാണ്, അത്യാവശ്യം ഇടയ്ക്കൊക്കെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെ ഒന്നും ഞാൻ വെള്ളം ഒഴിക്കില്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് ഡ്രൈ ആയി വരട്ടെ, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആയിപ്പോകാനും പാടില്ല. ഈ വന്നിട്ടുള്ള ചെറിയ ഇലകളൊക്കെ ഇതിട്ടതിന് ശേഷം വന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഇതിന് ശരിക്കും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ കറിവേപ്പില ഇതുപോലെ ചെറിയ ചട്ടിയിൽ വെക്കുന്നവർക്കും അതുപോലെ കറിവേപ്പില പെട്ടെന്ന് വളരാൻ ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ മണ്ണിൽ വെക്കുന്ന പോലെ അല്ലല്ലോ, നമുക്ക് വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ കുറേ കൂടി പോട്ട് മിക്സ് എല്ലാം യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഫാസ്റ്റായിട്ട് കറിവേപ്പില വളർന്നു വരിക എന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണാറില്ലേ പല വീഡിയോസിലും കറിവേപ്പില പറിച്ച് മടുക്കും, അല്ലെങ്കിൽ കാട് പോലെ വളരുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കായ് വരുമായിരിക്കും. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.